ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഒരിക്കൽ തന്നെ ഭക്ഷിക്കുവാൻ വരുന്ന പാമ്പിനോട് മിന്നാമിനിങ്ങ് ചോദിച്ചു, ഞാൻ നിന്നോട് 3 ചോദ്യങ്ങൾ ചോദിക്കട്ടെ. 1, ഞാൻ നിനക്ക് വല്ല ദ്രോഹവും ചെയ്തിട്ടുണ്ടോ? പാമ്പ് പറഞ്ഞു, ഇല്ല. 2, നീ ഭക്ഷിക്കുന്ന ഇനത്തിൽ പെടുന്നവയാണോ ഞാൻ? പാമ്പ് പറഞ്ഞു, അല്ല. 3, പിന്നെ നീ എന്തിനാണ് എന്നെ ഭക്ഷിക്കുവാൻ പരിശ്രമിക്കുന്നത്? പാമ്പ് പറഞ്ഞു, നീ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നത് കാണുമ്പോൾ അത് സ്വീകരിക്കുവാനോ ഉൾക്കൊള്ളുവാനോ എനിക്ക് സാധിക്കുന്നില്ല. യേശുവിൽ പ്രിയ സഹോദരരെ, ഇന്നത്തെ സുവിശേഷത്തിൽ നമുക്ക് ലഭിക്കുന്നതും ഈ ഒരു ചിന്തയാണ്. യേശുനാഥൻ നന്മ ചെയ്യുന്നത് മൂലം ജനങ്ങൾ യേശുനാഥനെ സ്വീകരിക്കുന്നത് കാണുമ്പോൾ അത് ഉൾക്കൊള്ളുവാൻ സാധിക്കാതെ അസൂയ നിമിത്തം യേശുനാഥന്റെ മനോനില തെറ്റിയെന്നും യേശുനാഥൻ പിശാചുകളെ ബഹിഷ്കരിക്കുന്നത് പിശാചിന്റെ രാജാവിനെ കൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ടും യേശുനാഥന്റെ സൽകീർത്തിക്ക് കളങ്കം വരുത്തുവാൻ പരിശ്രമിക്കുന്ന നിയമജ്ഞർ. സുഭാഷിതങ്ങളുടെ പുസ്തകം 14-ാം അധ്യായം 30-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, പ്രശാന്തമായ മനസ്സ് ഊർജം പറയുന്നു, ഊർജം പകരുന്നു, അസൂയ അസ്ഥികളെ ജീർണിപ്പിക്കുന്നു. വീണ്ടും സുഭാഷിതങ്ങളുടെ പുസ്തകം 27:4 നാം വായിക്കുന്നത്, ക്രോധം ക്രൂരമാണ്, കോപം അനിയന്ത്രിതമാണ്, എന്നാൽ അസൂയയെ നേരിടുവാൻ ആർക്ക് സാധിക്കും? ഇപ്രകാരം യേശുനാഥന്റെ സൽപ്പേരിന് കളങ്കം വരുത്തുവാൻ പരിശ്രമിക്കുന്നത് യേശുനാഥൻ തിന്മയൊന്നും ചെയ്തതുകൊണ്ടല്ല, മറിച്ച് യേശുനാഥന്റെ നന്മ ഉൾക്കൊള്ളുവാൻ സാധിക്കാതെ അസൂയ നിമിത്തമാണ് നിയമജ്ഞർ അപ്രകാരം ചെയ്യുന്നത്. ഇന്നത്തെ സുവിശേഷത്തിന്റെ വെളിച്ചത്തിൽ നാം നമ്മുടെ ജീവിതം ഒന്ന് വിശകലനം ചെയ്യുമ്പോൾ മറ്റുള്ളവരുടെ ഉയർച്ച നമുക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നില്ലെങ്കിൽ, മറ്റുള്ളവരുടെ നന്മ നമുക്ക് സ്വീകരിക്കുവാൻ സാധിക്കുന്നില്ലെങ്കിൽ മനസ്സിലാക്കുക, ഈ നിയമജ്ഞരുടെ മനോഭാവം നമുക്കെല്ലാവർക്കും ഉണ്ട് എന്നൊരു സത്യം. നാം മനസ്സിലാക്കേണ്ടത്, അസൂയപ്പെടുന്ന ഒരു ഹൃദയത്തിന് ഒരിക്കലും ഒരു ദൈവാനുഭവം ഉണ്ടാകുകയില്ല. കാരണം നമ്മുടെ ഹൃദയം ശാന്തമാകുമ്പോൾ മാത്രമാണ് ദൈവത്തിൻ്റെ സ്നേഹവും സാമീപ്യവും അനുഭവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. മാത്രമല്ല, നമുക്ക് അസൂയപ്പെടുന്നൊരു മനോഭാവം നമുക്കുണ്ടെങ്കിൽ അത് പല രോഗങ്ങൾക്കും മാനസിക സമ്മർദ്ദങ്ങൾക്കും കാരണമാകും എന്നുകൂടി നാം തിരിച്ചറിയണം. ഗലേഷ്യൻസ് 5:16 പൗലോസ് പറയുന്നു, നിങ്ങൾ പരസ്പരം കോപിക്കുന്നവരോ അസൂയപ്പെടുന്നവരോ വ്യർത്ഥാഭിമാനികളോ ആകാതിരിക്കട്ടെ. അതിനാൽ പ്രിയ സഹോദരരെ, ഇന്നത്തെ സുവിശേഷത്തിന്റെ വെളിച്ചത്തിൽ ദൈവം നമ്മോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്, നിയമജ്ഞരെ പോലെ അസൂയപ്പെടുവാനല്ല, മറിച്ച് ക്രിസ്തുവിനെ പോലെ നന്മ ചെയ്യുവാനാണ് നാം എല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്ന സത്യമാണ്. മറ്റുള്ളവരെ കുറിച്ച് അസൂയപ്പെടുന്നത് കൊണ്ട് നമുക്കൊരു നേട്ടവും ലഭിക്കാനല്ല, മറിച്ച് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നവരാണ് നാമെങ്കിൽ തീർച്ചയായും ക്രിസ്തു സ്വീകരിക്കപ്പെടുന്നത് പോലെ നാം എല്ലാവരും സ്വീകരിക്കപ്പെടും എന്നൊരു ബോധ്യം നമുക്കുണ്ടായിരിക്കട്ടെ. ഫിലിപ്പിയർക്കെതിരെ ലേഖനം 2:3 പൗലോസ് പറയുന്നു, മത്സര്യമോ വ്യർത്ഥാഭിമാനമോ മൂലം നിങ്ങളൊന്നും ചെയ്യരുത്, മറിച്ച് പരസ്പരം എല്ലാവരും താഴ്മയോടെ മറ്റുള്ളവരെ ശ്രേഷ്ഠരായി പരിഗണിക്കട്ടെ. ഈ ഒരു മനോഭാവം നമുക്കുണ്ടാകുമ്പോൾ മാത്രമാണ് മറ്റുള്ളവരുടെ നന്മയിൽ അവരെ സ്വീകരിക്കുവാനും മറ്റുള്ളവരെ അസൂയ മൂലം മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞു നടക്കാതെ ജീവിക്കുവാനും നമുക്കെല്ലാവർക്കും സാധിക്കുന്നത്. അപ്രകാരം ദൈവം ആഗ്രഹിക്കുന്നത് പോലെ, അസൂയപ്പെടാതെ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നന്മ ചെയ്ത് ജീവിക്കുവാൻ നമുക്ക് ആത്മാർത്ഥമായി പരിശ്രമിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നാം എല്ലാ ദിവസവും ചെയ്യുന്നത് പോലെ ഒരധ്യായം വചനം വായിച്ചുകൊണ്ട് ശുശ്രൂഷയിൽ പങ്കെടുക്കുക. രണ്ടാമതായി, ജീവിത വിശുദ്ധിയിൽ കോംപ്രമൈസ് ഇല്ലാതെ ജീവിക്കുവാൻ പരിശ്രമിക്കുക. ഈ വചന ശുശ്രൂഷ മറ്റുള്ളവരിലേക്കും പങ്കുവെക്കുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായി അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ സുവിശേഷത്തിന്റെ വെളിച്ചത്തിൽ ജീവിക്കുവാൻ പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് ഒരു രഹസ്യം ജപമാലയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും കർത്താവിന് സമർപ്പിച്ച് കർത്താവിൻ്റെ ആശീർവാദത്തിനായി നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. കർത്താവ് അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണയായിരിക്കും പ്രസാദിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണാപൂർവ്വം കടാക്ഷിച്ച് നിങ്ങൾക്ക് സമാധാനം നൽകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.